കല്യാണം ഉണ്ട് കേട്ടോ കോഴിക്കോട് കല്യാണത്തിനൊക്കെ പോയി ചെക്കനെ പെണ്ണിനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാർ എറണാകുളത്തായതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, രാത്രി ആട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് രാത്രി അങ്ങനെ കംഫർട്ടല്ല ഡ്രൈവ് ചെയ്യാൻ. ഞാൻ പിന്നെ ഏട്ടനെ നിർബന്ധിക്കില്ല, 4-5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാത്തൂന് എനിക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വെച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു പോയതാട്ടോ മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും 3-4 പെണ്ണുങ്ങൾക്ക് വാങ്ങണ്ടേ, അപ്പോൾ പിന്നെ ഞാനൊരു പഠിച്ചിക്കോതെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും ആസ് യൂഷ്വൽ ചെക്കനും പെണ്ണും കെട്ടൊക്കെ കഴിഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കല്യാണത്തിന് നേരത്തെ പോയിട്ട് ഞാൻ ആ വീഡിയോ ഇടും, അപ്പോൾ നിങ്ങളത് കാണണട്ടാ. ഇൻഷാ അല്ലാ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു 11:30 ആയപ്പോഴേക്കും ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിലുവിന് ഇടയ്ക്കിടയ്ക്ക് വിശക്കണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വിശക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ ചോറും ചായയും ഒന്നും കഴിക്കില്ല. പിന്നെ അവൾക്ക് കടയിൽ എന്തെങ്കിലും തീറ്റ സാധനങ്ങൾ വേണം പുറത്ത് പോയി കഴിഞ്ഞാൽ, ഈ ജ്യൂസ് ഫ്രൂട്ടി സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വിളി വരുന്നതിന് മുന്നേ തന്നെ അവളെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഇങ്ങനെ എല്ലാവരോടും വർത്താനം പറഞ്ഞിരിക്കുക കേട്ടോ. കുടുവിനെയും കിലുവിനെയൊക്കെ ഇങ്ങനെയാണ് എല്ലാവരും കാണുന്നത് കേട്ടോ. വല്ലപ്പോഴൊക്കെ നമ്മൾ വരുമ്പോഴാണ്. ഇന്നിപ്പോൾ ഏട്ടൻ്റെ അച്ഛൻ്റെ ഫാമിലിയും അമ്മയുടെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണാൻ പറ്റി, എല്ലാവരോടും കുറേ നേരം സംസാരിക്കാൻ പറ്റി. ഈ ഒരു കല്യാണത്തിന് വേണ്ടി മാത്രമായിട്ടോ നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും വരുന്നില്ല എന്ന് പൊതുവേ ഒരു പരാതി ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുടുങ്ങിലും ചെറുതായതുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ 11:30 ഭക്ഷണം കഴിച്ചുകൊണ്ട് എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മെല്ലെ നീച്ചു പോയിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് അടുക്കളയിൽ വീട്ടിച്ചിട്ട് പായസം എടുത്ത് കുടിച്ചു. അടുക്കളയിലല്ല, അപ്പുറത്ത് പോയിട്ട്. അതിൻ്റെ ഇടയിൽ ചെക്കനും പെണ്ണും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ സംഭവ ബഹുലമായൊരു ദിവസമായിരുന്നു ഇന്ന്.